മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിൻ്റെ ഹോമായ ഓൾഡ് ട്രാഫോർഡ് ഒരിക്കലൊരു വലിയ ബോംബാക്രമണത്തിൽ തകർന്നു തരിപ്പണമായ സംഭവത്തെപ്പറ്റി പറയാം. 1941 മാർച്ചിലെ ഒരു ഇരുണ്ട രാത്രിയായിരുന്നു അത്. വേൾഡ് വാർ II കൊടുമ്പിന് കൊള്ളണ സമയത്ത് ജർമ്മൻകാർ മാഞ്ചസ്റ്റർ നഗരത്തെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ച രാത്രി. ഈ ആക്രമണങ്ങളുടെ മൂർച്ച കൂട്ടാൻ അവന്മാർ ഓൾഡ് ട്രാഫോർഡിന് ഉന്നം വെച്ച് ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. അതായത് ഭയങ്കരമായ ഭീകര അന്തരീക്ഷം. ഉന്നം വെച്ച ആദ്യ ബോംബ് ഓൾഡ് ട്രാഫോർഡിൻ്റെ മേൽക്കൂരയിലൂടെ പോയെങ്കിലും സെക്കൻഡ് വൺ ഉന്നം പേച്ചില്ല. കൂടുതൽ ബോംബുകൾ വന്ന് സ്റ്റേഡിയം ഓരോന്നോരോന്നായി തകർന്ന് അതപ്പതിച്ചു പോയി. ബോംബിംഗ് അവസാനിച്ചപ്പോൾ ആളുകളൊക്കെ കൂടി അവർ അവരുടെ വീട് പോലെ കണ്ടിരുന്ന ഓൾഡ് ട്രാഫോർഡിനെ കണ്ട് അമ്പരന്ന് പോയി. ദേ വെയർ ഷോക്ക്ഡ് ബൈ ദ ഡാമേജ്. സ്റ്റേഡിയം അങ്ങ് ഇല്ലാണ്ടായി യൂസ്ലെസ് ആയി മാറിയിരിക്കുന്നു. അവരുടെ ചങ്ക് തകർന്നെങ്കിലും സ്ട്രോങ് വാരിയേഴ്സിനെ പോലെ അവർ അവരുടെ പഴയ ഓൾഡ് ട്രാഫോർഡിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രതിജ്ഞ മനസ്സിൽ ചൊല്ലുകയാണ് ഉണ്ടായത്. ഈ ബ്ലോണപ്പിന് ശേഷം യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ നടന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മെയിൻ റോഡിൽ വെച്ചായിരുന്നു. ഇത് കാരണം യുണൈറ്റഡ് രൂക്ഷമായ കടപ്രതിസന്ധിയിലേക്കും ചെന്നെത്തി. എല്ലാം കൊണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബും ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയവും ആരാധകരും അനുഭവിച്ചത് ഇറ്റ് വാസ് എ ടെറിബിൾ പെയിൻ. എന്നാൽ അവർ തങ്ങളുടെ ട്രയംഫൻ്റായ തിരിച്ചുവരവ് നടത്തി. റൈസിംഗ് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് അഡ്വേഴ്സിറ്റി ദെയർ സ്ട്രെങ്ത് ആൻഡ് കറേജ് റീബോൺ. ഗ്ലോറി ഗ്ലോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്.